നാളെ 29. ഞാൻ എന്താണ് ഇങ്ങനെ ഡേറ്റ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒക്ടോബർ 29-ാം തീയതി എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ്. അതായത് കുറേ വർഷങ്ങൾ ഞാൻ അർപ്പിച്ചു കൂട്ടിയ ജപമാലയുടെ ഒരു ഘട്ടം പൂർത്തിയാക്കി അമ്മ അനുഗ്രഹിക്കുന്ന ഒരു ഡേറ്റാണ്. അങ്ങനെ 29-ാം തീയതി, അതായത് നാളത്തെ ദിവസമാണ് വലിയ കലവൂർ പള്ളി കുദാശ ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെ നിർബന്ധമായൊരു കാര്യമായിരുന്നു. ഞാൻ പള്ളി പരിപൂർണമായി പണി പൂർത്തിയാക്കിയിട്ടാണ് പള്ളി കുദാശ ചെയ്തത്. എന്തിനാണ് 29-ാം തീയതി പള്ളി കൂദാശ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഉള്ളത് 30, 31. അപ്പോൾ 30, 31-ാം തീയതികളിൽ 29-ാം തീയതി ആരംഭിച്ച ജപമാല തിരുനാൾ, ആ ഒക്ടോബർ മാസം മുഴുവനും ജപമാല ദിവ്യകുർബാന വെച്ച് ആരാധനയോട് ജപമാല ചൊല്ലിയാണ് 29-ാം തീയതി പള്ളി കൂദാശ ചെയ്തിട്ട്, പള്ളി കൂദാശ ചെയ്ത് കഴിഞ്ഞ ഉടനെ ചെയ്ത കാര്യം, മാതാവിൻ്റെ ജപമാല തിരുനാളിന് അഭിൻ്റെ പിതാവ് സ്റ്റീഫൻ അത്തിപ്പുഴ തിരുമേനി ദേവാലയം കൂദാശ ചെയ്തതിന് ശേഷം കാപ്പി കുടിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം, ജപമാല തിരുനാളിന് വേണ്ടി മാതാവിൻ്റെ കൊടി ഉയർത്തുകയെന്ന്. കൊടി ഉയർത്തി തന്നിട്ടാണ് പിതാവ് പോയത്. ഞങ്ങളുടനെ അതിനുശേഷം ആഘോഷമായ ദേവാലയത്തിൽ ചെന്നിട്ട് പെരുന്നാളിൻ്റെ ഒരുക്കമായിട്ടുള്ള ജപമാല തുടങ്ങി. പിന്നെ ആരാധനയും വാഴവുമായി ലതീനിയുമായിട്ട് 1-ാം ദിവസം പൂർത്തീകരിച്ച്, പിന്നെ 2-ാം ദിവസം, അതായത് ഒക്ടോബർ 30-ഉം ഞാൻ കൂടെ നിന്ന് ഇതെല്ലാം ചെയ്തതാണ്. മാതാവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തിരുനാളിൻ്റെ 2-ാം ദിവസം ഞങ്ങൾ അങ്ങനെ ആചരിച്ച് തിരുനാൾ ആയിട്ട്, ജപമാല തിരുനാളായിട്ട്. 3-ാം ദിവസം എനിക്ക് നിർബന്ധമായിട്ടും ഒരു വലിയ ധ്യാനം നേരത്തെ ഏറ്റെടുത്തിരിക്കുന്ന കാരണം എനിക്ക് നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. അങ്ങനെ ആ 3-ാമത്തെ ദിവസം പിന്നെ ഞങ്ങൾ ചെയ്തത്, ഇടവക്കാരെല്ലാവരും കൂടി ദേവാലയത്തിന് ചുറ്റും, മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തന്ന ദേവാലയത്തിന് ചുറ്റും എൻ്റെ അസാന്നിധ്യത്തിൽ മെഴുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ജപമാല പ്രദക്ഷിണവും അതുപോലെ തന്നെ ജെരീക്കോ പ്രാർത്ഥനയും നടത്തി. അപ്പോൾ എൻ്റെ അസാന്നിധ്യം ഉണ്ടെങ്കിലും ഇതിവിടെ കൃത്യമായിട്ട് നടക്കണമെന്നുള്ളത് എൻ്റെ ഒരു മാനസിക ആവശ്യമായിരുന്നു. അത് ഞാൻ ഇടവക്കാരോട്, പ്രത്യേകിച്ച് പ്രാർത്ഥനാഭിഷേകമുള്ള കരിസ്മാരിക് സമൂഹത്തിനോട് പറഞ്ഞു, നിങ്ങളതിന് നേതൃത്വം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ അതിന് നേതൃത്വം കൊടുത്ത് അത് വലിയ മനോഹരമായ ശുശ്രൂഷയായിട്ട് പര്യവസാനിച്ചു. ഞാൻ നിങ്ങളോടെല്ലാം പറയാൻ കാരണം, എനിക്ക് ജപമാല ഒരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമല്ല, ഒരു ആന്തരിക ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ജപമാലയിൽ ശരിക്കും പറഞ്ഞ് എണ്ണി നോക്കാറില്ല എത്ര ജപമാല ചൊല്ലി എന്നുള്ളത്. കാര്യം ജപമാല എത്ര കണ്ട് ചൊല്ലുന്നുവോ. ഇപ്പം നമ്മളിവിടെ, ഞാനിപ്പോൾ യൂട്യൂബിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് അതിൻ്റെ സർവേ നോക്കിയപ്പോൾ ഏതാണ്ട് 30 ലക്ഷമായി. 30 ലക്ഷം ജപമാല ഓൾറെഡി നമ്മൾ ചൊല്ലി. ഈ ഒക്ടോബർ 1-ാം തീയതി മുതൽ ഈ സമയം വരെ
30 ലക്ഷം ജപമാല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇനിയും ദിവസങ്ങൾ കിടക്കണം ബാക്കി. അപ്പോൾ ഈ 30 ലക്ഷം ജപമാല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണത്, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ല, എന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, ജോലി കിട്ടാഞ്ഞത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്നറിയാമോ? ഈശോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ അളക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമാണിത്. ദൈവത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് അളന്ന് നോക്കൂ. നമ്മുടെ അളവിൽ ഒതുങ്ങുന്ന ആളാണോ ദൈവം? അങ്ങനെയാണെങ്കിൽ അത് ദൈവമായിരിക്കത്തില്ലേ, നമ്മുടെ വല്ല കുട്ടി ദൈവങ്ങളും ആയിരിക്കും. ഓരോരുത്തരും ആരാധിക്കുന്ന അവരുടെയൊക്കെ ഒരുതരം കുട്ടി ദൈവങ്ങളെയാണ് ശരിക്കും, സാക്ഷാ ദൈവങ്ങളെയല്ല, ദൈവത്തെയല്ല. സാക്ഷാ ദൈവത്തെ ആരാധിക്കുന്നവൻ ഇന്ന് പരമാവധി ദൈവദൃസന്നിധിയിൽ മൗനമായിരിക്കും. അപ്പോൾ വീട്ടിൽ ഒരു ദിവ്യസക്രാരി എന്നും പറഞ്ഞ് വലിയൊരു നിത്യാരാധന എവർലൈനായി നമ്മുടെ കുടുംബങ്ങളിൽ നവംബർ 1 തീയതി മുതൽ 30 വരെ വലിയ ദിവശുശ്രൂഷ അൾത്താരയിൽ ആരംഭിക്കുകയാണ്. അഭിമന്യ പിതാവാണ് മലപ്പുഴ അധ്യക്ഷൻ. ജെയിംസ് സാനാവർമ്മ പിതാവാണ് ഈ വീട്ടിലൊരു ദിവസക്രാരി എന്നുള്ള നിത്യാരാധന, നിത്യദൈവോളം എന്നുള്ള കൺസെപ്റ്റിൽ എവർ പ്രസൻ്റായിട്ട് അതിനെ ഉദ്ഘാടനം ചെയ്യണത്. അപ്പോൾ പിതാവ് സെക്രട്ടറിയോട് പറഞ്ഞത്, ഇവിടെ ഇൻറ്റിമേഷൻ കൃപാസനം ഓഫീസിൽ ഇൻറ്റിമേഷൻ കൊടുത്തിരിക്കുന്നത് ആരാധനയ്ക്ക് കുറേയധികം സമയം മൗനമായി ചെലവഴിക്കണമെന്നാണ്. അത് പെർപ്പൽച്ച അഡറേഷനുള്ള ഒത്തിരിയേറെ ധ്യാനകേന്ദ്രങ്ങൾ ലോകത്തുണ്ട്. ഇതെല്ലാം ഫോറിലുള്ള ധ്യാനകേന്ദ്രങ്ങളായിരിക്കും. അവിടെ ഒരു മനുഷ്യനില്ല ശരിക്കും, പ്രാർത്ഥിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നുമില്ല. കാര്യം ഇല്ലാഞ്ഞിട്ടല്ല, പർപ്പസ് അഡറേഷൻ അതിനുവേണ്ടി ഉള്ളതല്ല. ശരിക്കും മൗനമായി ഈശോയുടെ ദൈവസന്നിധാനം അനുഭവിക്കാനുള്ള ഒരു സ്ഥലമാണ് അത്. സായിപ്പ് പണ്ട് മുതലേ ഈ സൗണ്ടിന് കേൾക്കുമ്പോൾ പിശാച് കയറുന്നവനാണ്. കേരളത്തിലുള്ള ട്രഡീഷൻ വേറെ ഒന്നാണ്. മൗനമുണ്ട്, അതേസമയം തന്നെ വോക്കൽ പ്രേയേഴ്സും ഉണ്ട്. നമ്മളപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തായിരിക്കും നിത്യാരാധന ഇവിടെ ഫോർമുലേറ്റ് ചെയ്ത് പോണത്. എന്നാലും മൗനത്തിന് വലിയ വിലയാണ്. അത് പ്രാർത്ഥനാപരമായ അനുഷ്ഠാനക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൗനം അല്ല, അഥവാ അങ്ങനെ ഒരു മൗനം മാത്രമല്ല, മറിച്ച് ജീവിത മൗനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം എന്തെങ്കിലും ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുള്ള പ്രാർത്ഥനകൾക്കും ഞാൻ അനുഷ്ഠിച്ചിട്ടുള്ള പ്രാർത്ഥനാ വിധികൾക്കും അനുപേക്ഷണീയമായി എൻ്റെ അക്കൗണ്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒപ്പിച്ചെന്നോട് പ്രതിവിധി ചെയ്യണമെന്നുള്ള ഒരു നിലപാടുണ്ട്. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ അളക്കുന്നത്. കാര്യം ഞാൻ ഇത്ര ജപമാല ചൊല്ലി, അതുകൊണ്ട് ദൈവം എനിക്ക് ഇത്ര അനുഗ്രഹങ്ങൾ തിരിച്ചു തരണം. ഇത് ഒരു അളക്കലാണ്, ജപമാല വെച്ച് അളക്കലാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവം ഈശോ പറഞ്ഞ് മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. കാര്യം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് ഈശോക്കറിയാം. കാര്യം ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാരിദ്ര്യമേ മനുഷ്യന് ഒത്തിരിയേറെ ആത്മീയ മണ്ടത്തരങ്ങൾ കാണിക്കും. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആലോചന തരും നമുക്കുടനെ. നോ 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 യു ആർ ഇൻ ദ നോട്ട് ദ റോങ് ട്രാക്ക് എന്നുടനെ പറയും. അല്ലെങ്കിൽ ആ വഴിക്കുന്നില്ലാതെ നമ്മളെ കണ്ണും പൊത്തി വരെ വഴി കൊണ്ടുപോയി കളയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുമ്പോൾ ഈശോ പറയേണ്ടത് സഹായകനെന്നാണ്. നമ്മളിങ്ങനെയുള്ള ആധ്യാത്മിക അപകടങ്ങളിൽ നിന്നൊക്കെ സഹായിക്കും. പരിശുദ്ധാത്മാവ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നുമില്ലാണ്ടിരിക്കത്തില്ല നമുക്ക്.
ലോകത്തിൻ്റെ അരുവി ഉണ്ടാവും. ഈ ലോകത്തിൻ്റെ അരുവിയാണ് ഞാൻ പറയണത്. ഞാൻ ഒരു 2 ജപമാല ചൊല്ലി, 1000 മണി ജപമാല ചൊല്ലി, എന്നിട്ട് ഇപ്പോഴും എൻ്റെ മകളുടെ പേര് നിറഞ്ഞ് നിൽക്കുകയാണെന്ന് പറയുന്ന സാധനമില്ലേ. നിൻ്റെ മകളെ കെട്ടിക്കണേന് 1000 ജപമാലൊന്നും വേണ്ട. അത് വെറുതെ ഒരു നന്മ പറഞ്ഞ് പറയുകയെന്ന് ശരിയാ, നിൻ്റെ മകളെ കല്യാണം കഴിച്ചു പോകും, വിശ്വാസപൂർവ്വമാണ് ചൊല്ലണമെങ്കിൽ. പക്ഷെ നീ ജപമാല ചൊല്ലി ദൈവത്തെ പേടിപ്പിക്കരുത്. അതൊരു ഭീഷണിയാണ് ശരിക്കും പറഞ്ഞാൽ. ചിലരൊക്കെ പ്രാർത്ഥന ഭീഷണിയാക്കും. പ്രാർത്ഥന മാത്രമല്ല, ഈ കാലഘട്ടങ്ങളിൽ തപസ് വരെ ഭീഷണിയാകുന്നുണ്ട്. കാര്യം തപസ് ധ്യാനം കൂടാൻ വരുന്ന ആൾക്കാരില്ലേ, അവരോട് നമ്മൾ ചോദിക്കുകയാണ്, കൗൺസിലിങ്ങൊക്കെ വരുമ്പോൾ അവർ ചോദിക്കും, എന്താ ചേച്ചി ഇത്രയും അകലയിൽ നിന്ന് വന്ന് ഈ തപസ് ധ്യാനം ഇവിടെ കൂടാൻ കാര്യം? ഇത് ചോദിക്കുമ്പോൾ അവർ പറയും അവരുടെ സ്ഥലം വിറ്റ് മാറാനാണ്, അല്ലെങ്കിൽ മകളെ കെട്ടിക്കാനാണ്, അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട മകൾക്ക് പിള്ളേരില്ലാത്ത. അപ്പം പട്ടിണി നിന്ന് സമരം ചെയ്യണ ദൈവത്തിൻ്റെ എന്തു മനുഷ്യര് സ്വന്തം വീട്ടിലെ കാര്യം കാണാൻ വേണ്ടി തപസ്സിനെ ഒരു തരം പട്ടിണി സമരമാക്കി മാറ്റുന്നു. ചില ആൾക്കാർ ഉപവാസ സമരം നടത്തുകയല്ലേ, അതുപോലെ ഇന്ന് പ്രാർത്ഥനയല്ല, പ്രാർത്ഥനാ സമരങ്ങളാണ് നടക്കുന്നത് ദൈവതിരുസന്നിധിയിൽ. പ്രാർത്ഥനാ സമരങ്ങൾ. ഞാൻ ഇത്രയും ദിവസം തപസ് ധ്യാനം കൂടിയിട്ട് പട്ടിണി നിന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറയും. അപ്പം അങ്ങനെ വരുമ്പോഴുള്ളാകുന്നൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തെ അളക്കുകയാണ്. എന്തിന്? പ്രാർത്ഥന കൊണ്ട് അളക്കുകയാണ്. ഏത് സ്കെയിലെടുത്ത് ദൈവത്തെ അളക്കാൻ പറ്റും? കൊന്തയാണോ വേണ്ടത്, കുർബാനയാണോ വേണ്ടത്, നൊവേനയാണോ വേണ്ടത്? ഇങ്ങനെ നമ്മൾ സ്കെയിലും കക്ഷത്ത് വെച്ച് അളക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പം ഈശോ പറയും, നിങ്ങൾ അളക്കരുത്, അളന്ന പ്രശ്നമാണ്. എന്താ കാര്യം? ദൈവത്തിന് പണ്ട് മുതലുള്ള പരിപാടി തന്നെയാണ് അളക്കലും തൂക്കലും ഒക്കെ. അപ്പം അവിടെ പോയി നമ്മളെ കൊല്ലക്കുടി കൊണ്ട് സൂചിപ്പിക്കാൻ നിൽക്കരുത്. അത് നമ്മുടെ പരിപാടിയല്ലത്, അളക്കണത് ദൈവത്തിൻ്റെ പരിപാടിയാണ്. ആദ്യകാലം തന്നെ നെബൂഖദ്നേസറിനെ പോലെയുള്ള കക്ഷികൾ കർത്താവിൻ്റെ ആരെയും കൊള്ളയടിച്ച് അവിടുത്തെ സ്വർണ്ണപാത്രം എടുത്തിട്ട് അത് കട്ടുകൊണ്ട് പോയി അവൻ്റെ പെണ്ണുങ്ങളുമായിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം അളക്കാൻ വേണ്ടി വന്നിരുന്നു, ബൽത്താസർ രാജാവിൻ്റെ കാലത്ത്. അപ്പം അവൻ വീഞ്ഞ് കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റൊരു കൈ ഇങ്ങനെ വന്നിട്ട് 2-3 എഴുത്ത് ഭിത്തിയിൽ എഴുതിയിട്ട്, മേനെ തക്കൽ പാർസിൽ, ഞാൻ നിന്നെ തൂക്കി നോക്കി, നീ ഭാരം കുറഞ്ഞവനായി കാണപ്പെട്ടു. ദൈവത്തിന് സംശയം ഉണ്ടാകുമ്പോഴാണ് തൂക്കാൻ വന്നതേ. കാണുമ്പോഴൊക്കെ അറിയാൻ പറ്റും. ചില പന്നികളെ കണ്ടാലേ തൂക്കി നോക്കിയാലേ ദൈവത്തിനൊരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള പണ്ടാരങ്ങൾ ചിലപ്പോൾ തൂക്കി നോക്കിയെന്ന് വരും. ഇവനോട് തൂക്കി നോക്കിയവനാ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്, ഭാരം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഭാരം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവദർശന ഭാരമില്ലാത്ത ആയിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് ഇരുത്തത്തില്ല, അവിടെ നിന്ന് മാറ്റിക്കളയും. ആ സ്ഥാനത്ത് പിന്നെ ഇരുത്തത്തില്ല. അത് അപ്പൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നു. ജാട കാണിച്ചാൽ, തോന്നിവാസം കാണിച്ചാൽ തൂക്കാൻ വരും, അവിടെ തൂക്കി നോക്കും, എടുത്ത് എറിഞ്ഞു കളയുന്നൊരു ഭാരം കുറയണമെങ്കിൽ. അപ്പോൾ നമ്മളവർക്ക് മകൻ്റെ കാലം വരുമ്പോൾ കുഴപ്പമുണ്ടാകത്തില്ല. അത് കാരുണ്യത്തിൻ്റെ കാലമല്ലേ, അപ്പനല്ലേ ശാഠ്യമായിട്ട് കർക്കശം കാണിക്കണത്. മകൻ കാരുണ്യമാണല്ലോ എന്ന് കാണിക്കുമ്പോൾ കാരുണ്യമൊക്കെ കണക്ക്. അണ്ടിയോടെ എടുക്കുമ്പോൾ മാങ്ങയുടെ പുളിയറിയത്. എൻ്റെ ഭരണം ഇഷ്ടപ്പെടാത്തവരില്ലേ എന്ന് ചോദിച്ചോണ്ട് അവരെന്നെ മുമ്പിൽ കൊണ്ടുപോകാം, കൊന്നുപോകാൻ പറയും. അത് അപ്പം പറഞ്ഞതല്ല, മകൻ പറഞ്ഞതാണ്. കോംപ്രമൈസ് ഇല്ല, വിധി അവരെ വിസ്താരമില്ലെന്നുള്ളതാണ് രസം. കോടതിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു വിസ്താരം വേണ്ടേ? തൂക്കിക്കൊലാണെങ്കിലും വിസ്തരിക്കണ്ടേ? വിസ്താരമില്ലാതെ കൊന്നു കളയും. എൻ്റെ റീസൺ എന്താണ്? എൻ്റെ ഭരണം ഇഷ്ടമല്ല. ദൈവരാജ്യത്തിലല്ലാത്ത ആളെന്ന് അർത്ഥമേ. എൻ്റെ ഭരണം ഇഷ്ടമല്ലാത്ത ആളെന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? Those who are not in the kingdom of God. ദൈവരാജ്യത്തെ അല്ലാത്തവനാണ്. അവൻ്റെ അവസാനം നീ പറയണത് ഒരു കോംപ്രമൈസും ഇല്ല, അവിടെ കരുണയും ഇല്ല, ഒന്നുമില്ല. കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്.
അവൻ്റെ വിശുദ്ധ രക്തമാണ് ഇവൻ്റെ വീണ്ടെടുപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിന് പട്ടിയുടെ മൂത്രത്തിൻ്റെ വില കൊടുക്കാത്ത പിശാച് ഇവിടെ നിലനിൽക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ ഭരണം ഇഷ്ടമില്ലാത്ത ദൈവരാജ്യത്തിലല്ലാത്തവനില്ലേ, കൊണ്ടുപോവാ, ചോപ്പ് ചെയ്ത് കളയും. അതുകൊണ്ടാണെങ്കിൽ ദൈവരാജ്യത്തിലല്ലാത്തവനെ ചോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ എന്തെല്ലാം നമ്പർ കാണിച്ചാലും ദൈവം മിണ്ടാത്തത്. അവനിപ്പോൾ ഒത്തിരി വിക്രയികളെ കാണിക്കും, വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങും, അങ്ങനെ ഒത്തിരിയേറെ തോന്നിവാസങ്ങൾ കാണിക്കുമ്പോഴും നമ്മളോർക്കും ഈ രാജ്യത്ത് ദൈവമില്ല എന്ന്. ദൈവം ഇല്ലാഞ്ഞിട്ടല്ല, ഇവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കണം എന്നാണ് പറയണത്. മേനെ തെക്കൽ വാർസൻ തൂക്കി നോക്കണം മാത്രമല്ല, ആ ഡേറ്റുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവനോട് വലുതായിട്ടുള്ള കാർക്കശ്യത്തിനൊന്നും പോകത്തില്ല. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയണത് എന്താണെന്നാണ് വിചാരിക്കണത്? ദൈവം നിന്നോട് കരുണ കാണിക്കുമ്പോൾ നീ ഓർക്കും അതൊരു ആനുകൂല്യമാണെന്ന്. അല്ല, നിൻ്റെ അന്ത്യമാണ്. എണ്ണി വച്ചിരിക്കുന്നല്ലേ. അതായത് ദൈവരാജ്യത്ത് കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇസ്രായേലിൻ്റെ ഭൂമിശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല അത് വ്യാഖ്യാനിക്കണത്. കാരണം ദൈവരാജ്യത്തിന് അന്ത്യമില്ലാത്തതല്ലേ, അന്ത്യം വരെ നിൽക്കണത്. അപ്പം ദൈവരാജ്യത്തിൻ്റെ എൻ്റെ ഭരണം ഇഷ്ടമില്ലാത്തവനുണ്ടല്ലോ, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറയും, എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നു കളയാൻ പറയും. ഒരു ദാക്ഷിണ്യവും ഇല്ല എൻ്റെ അകത്ത്. അപ്പം അങ്ങനെ ഞാൻ ഒഴിഞ്ഞു നിർത്തിയിരിക്കുന്നവനെയൊക്കെ ദൈവം കരുണ കാണിക്കും. ആ കരുണയെന്ന് പറയണത് അവന് ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ, നിൻ്റെ ദിവസങ്ങൾ ഞാൻ എണ്ണിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ, ആ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലേ ഉള്ളൂ. എണ്ണമില്ലാത്ത ദിവസങ്ങളുള്ളവരോട് കാർക്കശ്യം കാണിക്കും. നിത്യത എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? അത് എണ്ണമില്ലാത്ത ദിവസങ്ങളാണ്. ബൈബിള് മനുഷ്യർ രണ്ടായിട്ട് തിരിക്കും. എന്താണ്? എണ്ണമില്ലാത്ത ദിവസങ്ങളുള്ളവർ അവകാശമാക്കിയിരിക്കുന്നവനും എണ്ണപ്പെട്ട ദിവസങ്ങളുള്ളവനോടും കാരുണ്യം ആരോട് കാണിക്കും? എണ്ണപ്പെട്ട ദിവസം എണ്ണപ്പെട്ടവനോട്. കാർക്കശ്യം ആരോട് കാണിക്കും? എണ്ണമില്ലാത്ത ദിവസങ്ങളുള്ളവരോട്. അപ്പം ദൈവത്തിൻ്റെ കാർക്കശ്യം നീ മനസ്സിലാക്കണം. എന്താ കാര്യം? എന്തെങ്കിലും കാര്യത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് അനപേക്ഷിതമായി നിനക്ക് ആനുകൂല്യം കിട്ടിയില്ലെങ്കിൽ അതൊരു കാർക്കശ്യമാണ്. അപ്പത്തിന് ദൈവവേദരെ നീ വിചാരിക്കണം, നിൻ്റെ പ്രാർത്ഥനകളെല്ലാം മകളുടെ കല്യാണത്തിനല്ല പോയിരിക്കണത്, സ്വർഗീയമായ നിത്യകല്യാണത്തിലേക്ക് പോയിരിക്കണമെന്ന്, നിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ്. ഇത് പറഞ്ഞു തരാൻ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. പരിശുദ്ധാത്മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ നീ പറയും, ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടി, എന്നിട്ട് അവിടെ കല്യാണം നടത്തിയില്ല, പ്രാർത്ഥിക്കാത്തവൻ്റെ മക്കളുടെ കല്യാണം നടന്നു, എന്ത് ദൈവം, എന്തിന് പ്രാർത്ഥന എന്ന് ചോദിക്കും. ഇതാണ് പ്രശ്നം. ക്രിസ്ത്യൻ ആധ്യാത്മികത ശരിക്കും പഠിച്ചില്ലെങ്കിൽ പണി കിട്ടുന്നതാണ്. സിമ്പിളല്ല അത്ര. ക്രിസ്ത്യൻ ആധ്യാത്മികത ദൈവത്തെ പഠിക്കണം, ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കണം, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ സഞ്ചാരങ്ങൾ പഠിക്കണം. ഇതെല്ലാം പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവാണ്ട് വരും ശരിക്കും. ഇനി എക്സ്ട്രാ പ്രാർത്ഥന എന്ന് പറയണില്ലേ, അതായത് സങ്കീർത്തകൻ വാവിട്ട് കരഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ്? കർത്താവേ, ജീവനുള്ളവൻ മാത്രം അങ്ങയെ സ്തുതിക്കും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഭൂമിയിൽ വെച്ച് എന്തുമാത്രം ചെയ്യാൻ പറ്റുന്നു അത്രയും നല്ലത്. അതല്ലേ സംഭവം. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ, അല്ലാതെ നീ ഇപ്പോൾ ഞാൻ സന്ധ്യപ്രാർത്ഥന മുടക്കണില്ലെന്നാണ് പറയണതേ. നീ സന്ധ്യപ്രാർത്ഥന മുടക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥന ചെയ്യാനാണ് ഈ പറയണത്. അപ്പം നീ സന്ധ്യപ്രാർത്ഥന മുടക്കുന്നില്ല എന്നാണ് പറയണത്. അത് തെറ്റാണെന്നല്ല പറയണത്. അതായത് ദൈവത്തെ നമ്മൾ അളന്നില്ലെങ്കിൽ വളരെ ആശ്വാസമാണ്. അളന്നു പോയാൽ ദൈവവും പിന്നെ നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്കും അളന്ന് കിട്ടുമെന്ന് പറയും. പക്ഷെ അത് പറയണത് ലൂക്ക 6:38. അതിന് മുമ്പ് 39 നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ നിനക്ക് അളന്ന് കിട്ടും. അത് ഏതാണ്ട് 6:38-39 പറയണത്. പക്ഷെ 38 പറയുന്നൊരു കാര്യമുണ്ട്. നീ അളക്കുന്ന അളവുകോല് കൊണ്ട് തന്നെ അളന്ന് കിട്ടുമെന്ന് പറയുന്നതിന് മുമ്പ് പറയും, ഞാൻ കൊടുക്കുന്നവനാണ്.
എന്നിട്ട് കൊടുക്കുന്നതിന് ഇങ്ങനെ വിസ്തരിച്ച് പറയും. അത് ഭയങ്കര കേൾക്കാൻ രസമാണ്. ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് അളന്ന് കഴിഞ്ഞ് നിറന്ന് കഴിഞ്ഞ് കുലുക്കും. എന്ത് രസമാണെന്നാണ് പറയണത്. വെറുതെ അത് പറഞ്ഞാൽ മതി, ഞാൻ അളന്ന് കൊടുക്കും എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ അളക്കണ മുമ്പ് അളന്ന് കഴിഞ്ഞിട്ട് അത് നിറച്ചിട്ടുണ്ടാന്ന് നോക്കും. കൂമ്പാരം വെച്ച് നിറഞ്ഞു കഴിഞ്ഞിട്ട് അമർത്തി കഴിഞ്ഞിട്ട് ഞാൻ കുലുക്കി കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ മടിയിലോട്ട് ചൊരിയും. അയ്യോ, എന്തൊരു വർത്തമാനമായിപ്പോയി. അത് അങ്ങയുടെ മനസ്സാ. ശരിക്കും ഈ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലേക്കാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എന്താണെന്നറിയാവോ? തരുമ്പോൾ അങ്ങനെയാണ് തരണത്. ഞാൻ പള്ളി പണിത് കഴിഞ്ഞപ്പോഴേ എനിക്കൊരു കത്ത് വന്ന്, ഈ മധുരയിൽ നിന്ന്, യു ആർ സെലക്റ്റഡ് ഫോർ എ ഹോണറബിൾ ഡോക്ടറേറ്റ് എന്നും പറഞ്ഞ് ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റി 9 യൂണിവേഴ്സിറ്റികളുടെ അപ്പച്ച് ബോഡിയാണ്. ഞാൻ തന്നെ ഇരുന്ന് ഞെളിവരി കൊണ്ടുപോയി. അമ്മ തന്നതാ, പള്ളി പണിത് കൊടുത്തപ്പോൾ തന്നതാ. ശരിക്കും വേണമെങ്കിൽ തരാണ്ടിരിക്കുക. എൻ്റെ ഒരു ഐഡിയയിലുള്ള സംഭവം അല്ലത്. ഞാൻ എൻ്റെ സർവ്വവിജ്ഞാന കോശം കൊണ്ടുപോയി തഞ്ചാവൂർ സംസ്ഥാന കൾച്ചർ സെൻറ്ററിൽ കൊടുത്തു എന്നുള്ള കാര്യം സത്യമാണ്. അവരവിടുന്ന് ഫോർവേഡ് ചെയ്തതാണ്. അത് ഞാൻ പറഞ്ഞിട്ടല്ല, എനിക്കറിയാൻ പാടില്ല പ്രൊവിഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അമ്മ തന്നെ ആ വിഷയം ഏറ്റെടുക്കും. എന്ത് ചെയ്യണമെന്നൊക്കെ അമ്മയ്ക്ക് നല്ല തിട്ടമാണ്. ഇതുകൊണ്ടാണ് ഞാൻ പറയണത് അളക്കരുത് ദൈവത്തെ എന്ന് പറയണത്. തരുമ്പോൾ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിന്റെ മടിയിലേക്ക് ചൊരിയും. മടി കീറാണ്ട് നോക്കിയാൽ മതി, വേറെ ഒരു കാര്യമില്ല ഇതിനകത്ത്. അതുകൊണ്ട് ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെ അച്ഛൻ്റെ വർത്തമാനങ്ങൾ കേട്ടിട്ട് കർത്താവിനെ ആത്മാർത്ഥമായിട്ട് അന്വേഷിച്ച് കർത്താവിൻ്റെ കരം ഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ കൂടെ നടക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദിവ്യകാരുണ്യ നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പ്രാർത്ഥനയോടുകൂടെ ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരാം. ഈശോ നമ്മെ ഓരോരുത്തരെയും പ്രത്യേകം ക്ഷണിക്കുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ സംബന്ധിക്കുവാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിലെ ഏത് അവസ്ഥകളാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എന്നതല്ല, മറിച്ച് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിച്ചതിനാലാണ് നിങ്ങളിപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുണ്ടാകാം, എങ്കിൽ അവയേക്കാളൊക്കെ ഉപരിയായിട്ട് ഈശോ ക്ഷണിക്കുന്നില്ല എങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ആയിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും അതിയായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ അവിടത്തോട് കൂടെ ആയിരിക്കുവാനായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനാലാണ് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈശോയുടെ മുൻപിൽ ഇപ്പോൾ ആയിരിക്കുക. ഈശോയെ, അങ്ങേ സവിശേഷമായ സ്നേഹത്തെ ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥ, ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങയുടെ സവിശേഷമായ സാന്നിധ്യവും സാന്ത്വനവും സാമീപ്യവും ബലപ്പെടുത്തലുമെല്ലാം
ഈ നിമിഷങ്ങളിൽ അങ്ങ് വ്യക്തിപരമായി ഓരോ മകനും മകളും വ്യക്തിപരമായി അനുഭവിക്കുവാൻ അങ്ങ് ഇടയാക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ആ സഹോദരങ്ങളെ എല്ലാം ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, കൃപാസനത്തിൽ ഏകദേശം 1 മാസത്തോളം ആകുന്നു നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലും അഖണ്ഡ ജപമാല മഹാറാലിയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്. ലക്ഷക്കണക്കിന് ജപമാലകൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞു. ഇത്രമാത്രം ജപമാലകൾ ലോകത്തൊരിടത്തും അർപ്പിക്കപ്പെട്ടിട്ടുണ്ടാവുകയില്ല ഇക്കാലയളവിൽ. അത്രമാത്രം ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. അത്രമാത്രം ദൈവം നമ്മെ ഓരോരുത്തരെയും കരുതുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുക എന്നത് തന്നെ വലിയ അനുഗ്രഹമാണ്. പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുക. ഈശോനാഥൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഏക കാര്യമെന്നത് അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു എന്നതാണ്. അവരും ഈശോയോട് ചോദിക്കുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമെന്നതുമാണ്. ഈശോ അവരുടെ മുമ്പിൽ വെച്ച് 5 അപ്പം കൊണ്ട് 5000 പേര് തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്രകാരം ചെയ്യുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമെന്നല്ല, കടലിന് മീതെ നടക്കാൻ പഠിപ്പിക്കണമെന്നല്ല, അതോടൊപ്പം തന്നെ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് പഠിപ്പിക്കണമെന്നല്ല, മറിച്ച് അവർ ഈശോയോട് പറയുന്നത് പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിക്കണമെന്നാണ്. ഈശോ അവരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചു. നമ്മൾ ഓർക്കുക, ഇക്കാലയളവിൽ എത്രമാത്രം പ്രാർത്ഥനകളാണ് നമ്മൾ ദൈവസന്നിധിയിൽ ഉയർത്തിയത്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അനേകായിരം തവണകൾ, ലക്ഷക്കണക്കിന് തവണകൾ നമ്മൾ ഈശോയുടെ സന്നിധിയിൽ തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. അത്രമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. അത്രമാത്രം നമ്മിലൂടെ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അത്രമാത്രം നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുത്തെ ഉപകരണങ്ങളാക്കി നമ്മളെ മാറ്റുന്നു. ഈശോയുടെ സന്നിധിയിൽ ആ അനന്തമായ സ്നേഹത്തെ ഓർത്ത്, അനന്തമായ കാരുണ്യത്തെ ഓർത്ത്, അവിടുന്ന് നമ്മിൽ ചൊരിഞ്ഞ അനന്തമായ കൃപകളെ ഓർത്ത് അവിടുത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് മൗനമായി അവിടുത്തെ സന്നിധിയിൽ ഏതാനും നിമിഷങ്ങൾ നമുക്ക് ചിലവഴിക്കാം. പ്രിയ സഹോദരങ്ങളെ, ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇക്കാലയളവിലൊക്കെ കൃപാസനത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടിയെടുത്ത്, തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇക്കാലയളവിലൊക്കെ ലൈറ്റ് എ കാൻഡിൽ പ്രയർ റിക്വസ്റ്റിലൂടെ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ സഹോദരങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും മൊബൈൽ ഫോണിലൂടെയും ഒക്കെ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ അനേകായിരങ്ങളാണ്. ഓരോ ദിനവും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തങ്ങളുടെ പേരും വീട്ടുപേരും
തങ്ങളുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ മുമ്പിൽ ഒരു ലജ്ജയും കൂടാതെ അല്ലെങ്കിൽ ഒരു റിസർവേഷനും കൂടാതെ തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, അവരെയെല്ലാം മറ്റുള്ളവരെന്ത് കരുതുമെന്നുള്ള ഒരു ചിന്തയുമില്ലാതെ തങ്ങളുടെ അവസ്ഥ എന്താണോ ആ അവസ്ഥ അത് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഈശോയെ അത്രമാത്രം അവർ ആ നിയോഗങ്ങളാൽ നീറുന്നുണ്ട്. ഈശോയെ അവരുടെ മേൽ അങ്ങയുടെ കരുണയും കൃപയും സമൃദ്ധമായി ഉണ്ടാകണമേ ഈശോയെ. അതോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റിലൂടെ വന്ന് നേരിട്ട് കണ്ടുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരെ ഈശോയെ അങ്ങ് തൃക്കൺ പാർക്കണമേ. പ്രത്യേകമായിട്ട് നമുക്ക് ക്യാൻസർ ബാധിതരായിട്ടുള്ള സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് തലയിൽ ട്യൂമർ വന്നിരിക്കുന്നവർ, അതോടൊപ്പം തന്നെ കരളിൽ, ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രക്തത്തിലൊക്കെ ലുക്കീമിയ മുതലായിട്ടുള്ള ക്യാൻസർ ബാധിച്ചിരിക്കുന്നവർ, അപ്രകാരമുള്ള എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അനേകായിരങ്ങളാണ് കിഡ്നി സംബന്ധമായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ. പ്രത്യേകിച്ച് കിഡ്നി ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടും മാറ്റിവെച്ചിട്ടുമൊക്കെ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ലഭിക്കാത്തവർ, അല്ലെങ്കിൽ കിഡ്നി മാറ്റിവെക്കുവാനായിട്ട് പകരം കിഡ്നി ലഭിക്കാത്തവർ, ഒത്തിരിയേറെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ഈശോയെ ആ എല്ലാ മക്കളെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ അവരെ കഴുകണമേ. പൂർണ്ണമായിട്ടും അങ്ങ് അവരെ വിശുദ്ധീകരിക്കുകയും പൂർണ്ണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായിട്ട് നമ്മൾ ഈ ദിനം പ്രാർത്ഥിക്കുക. ജിജോ എന്ന സഹോദരന് വേണ്ടി റിയാദിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ സഹോദരനെ ഈശോയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജ്യോതി ബിജു എന്ന് പറയുന്ന സഹോദരിയെ വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി, മക്കളില്ല. അതോടൊപ്പം തന്നെ മറ്റു പല ശാരീരിക അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. തൈറോയിഡ്, കൊളസ്ട്രോള്, ഹസ്ബൻഡ് യൂറിക് ആസിഡ് സംബന്ധമായ അസുഖങ്ങളിലൂടെ, അതോടൊപ്പം ഹസ്ബൻഡിന് സ്ഥിരമായിട്ടുള്ള ജോലിയില്ല. ആ ഭവനത്തെ മുഴുവനായിട്ട് ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് ഇവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ ഏറ്റെടുക്കുകയും പൂർണ്ണമായ സൗഖ്യം നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും മക്കളെ നൽകി ആ കുടുംബത്തെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഒന്ന് ചേർന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ലെഫ്റ്റ് ബ്രസ്റ്റിൽ സിസ്റ്റ് മൂലം ഒത്തിരിയേറെ വേദനയിലൂടെ കടന്നു പോകുന്ന ബിനി ഷാജി എന്ന സഹോദരിയെ, ലിംഫോമ ക്യാൻസറിലൂടെ കടന്നു പോകുന്ന ബിന്ദു എന്ന സഹോദരിയെ, കിഡ്നി സംബന്ധമായ അസുഖത്തിലൂടെ കടന്നു പോകുന്ന ഹന്ന മരിയം എന്ന കുഞ്ഞിനെ, ജനിച്ചിട്ട് ഏതാനും മാസങ്ങളെ ആവുന്നുള്ളൂ, ഇപ്പോൾ തന്നെ സർജറിയിലൂടെ കടന്നുപോയി, എന്നിട്ടും ഡോക്ടേഴ്സ് സൗഖ്യപ്പെടുമോ എന്ന ഒരു ഉറപ്പും പറയുവാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്ന ആ മകളെയും ആ മകളുടെ മാതാപിതാക്കളെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനിയത്തിയുടെ വിവാഹം നടക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന റാണി ആനന്ദിനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഗർഭപാത്രത്തിൻ്റെ സ്ഥിതി മാറിക്കിടക്കുന്ന ജാനറ്റ് എന്ന സഹോദരിയുടെ അനിയത്തിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഹസ്ബൻഡ് ജസ്റ്റിൻ്റെ നടുവേദന ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കടബാധ്യതകളോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഷൈജി എന്ന സഹോദരിയെ, ആ സഹോദരിക്കൊരു ജോലി ലഭിക്കുവാനായിട്ട്, ആ സഹോദരിയുടെ ആങ്ങളയുടെ മദ്യപാനം മാറുവാനായിട്ട്, കുഞ്ഞിൻ്റെ വിക്ക് മാറുവാനായിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം 2000-ഓളം മുഴകളോടുകൂടെ, സിസ്റ്റോടുകൂടെ ഓപ്പറേഷന് വിധേയമാകണമെന്ന് പറഞ്ഞിരിക്കുന്ന ജിൻസി എന്ന സഹോദരിയെ ഓപ്പറേഷൻ കൂടാതെ തന്നെ പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് വരുവാനായിട്ട്, അമ്മാളു എന്ന അമ്മയെ ഹൃദയ സംബന്ധമായും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ ICUവിൽ കഴിയുന്ന അമ്മാളു എന്ന അമ്മയെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രെയിൻ ട്യൂമർ മൂലം വേദനിക്കുന്ന സഹോദരനെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, വിവിധങ്ങളായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ സഹോദരങ്ങളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും പൂർണ്ണമായ സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ.
അവരെ ഓരോരുത്തരെയും അങ്ങയുടെ സാക്ഷികളാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ നിങ്ങളുടേത് മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന സഹോദരങ്ങളുണ്ടാകാം, നിങ്ങളോട് പ്രാർത്ഥനാ സഹായം തേടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അവരെയും എല്ലാവരെയും ഈശോയുടെ സന്നിധിയിൽ മൗനമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.